ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഡി മണിക്ക് പങ്കുണ്ടെന്ന SIT സ്ഥിരീകരണം. പഞ്ചലോഹ വിഗ്രഹം കടത്തിയതിലെ സംഘത്തലവൻ ഡി മണിയാണെന്ന് മൊഴി നൽകിയിരിക്കുകയാണ് വ്യവസായി. ഇന്നോ നാളെയോ ഡി മണിയെ ചെന്നൈയിലെത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അതേസമയം കേസിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിൽ വെട്ടിലായിരിക്കുകയാണ് ഇടത് സർക്കാർ. കേസിൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് EDക്ക് പിന്നാലെ CBI കൂടി നിലപാടറിയിച്ചതോടെ CPMലെ പല മുതിർന്ന നേതാക്കന്മാരുടെ മുഖം നഷ്ടമാകും. കൂടാതെ കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ KP ശങ്കർദാസും N വിജയകുമാറും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി S ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശാലിനി, ഒടുവിൽ ആ സംഘത്തലവനെ SIT കണ്ടെത്തിയെന്നാണോ പറയുന്നത്? ഈ ഡി മണി സംഘത്തലവനാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ? പ്രത്യേകിച്ച് ഈ വ്യവസായിയുടെ പേരും നാളുമൊന്നും ഇതുവരെയും അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി തന്നെയാണോ ഡി മണിയിലേക്ക് വിരൽ ചൂണ്ടുന്നത്? ശാലിനി, അശ്വതി, പൂർണ്ണമായും ഡി മണിയാണ് ഇതിന്റെ എല്ലാം ഒരു കേന്ദ്ര ബിന്ദു, അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട പ്രധാനി എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ശബരിമലയിൽ നിന്നും കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് ഉള്ളിൽ പോയിട്ടുള്ള പഞ്ചലോക വിഗ്രഹങ്ങൾ, 4 പഞ്ചലോക വിഗ്രഹങ്ങളാണ് ശബരിമലയിൽ നിന്നും പോയിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഞ്ചലോക വിഗ്രഹങ്ങളാണ്. ഈ വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടു പോയതിന്റെ പ്രധാനി, അതിന്റെ സംഘത്തലവൻ ഡി മണിയാണ്. അതായത് തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം. ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ വ്യാപാര വ്യവസായങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഡി മണിയിലേക്കാണ് ഇപ്പോൾ SIT അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല SIT സംഘത്തിന് മുൻപിൽ മൊഴി നൽകിയത്. ആ മൊഴിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഒരു വ്യവസായി ഉണ്ട്, ആ വ്യവസായിയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ അദ്ദേഹവുമായി ഈ കേസിന് ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡി മണിയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നോ നാളെയോ ഡി മണിയെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് SIT കടക്കുകയാണ്. ചെന്നൈയിലെത്തി മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്കാണ് SIT സംഘം ഈ ഘട്ടത്തിൽ കടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഞ്ചലോക വിഗ്രഹങ്ങൾ ഇതാദ്യമായാണോ ശബരിമലയിൽ നിന്നും കടത്തിയത്? അതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള സ്വർണമോ മറ്റോ ശബരിമലയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടോ? ഇതിന്റെ പ്രധാന ബിന്ദു ഡി മണി തന്നെയാണോ, അതോ മറ്റാർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ടോ? ഒരു അന്താരാഷ്ട്ര ബന്ധം ഡി മണിയിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് ഈ ഒരു മൊഴിയെടുപ്പ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ അതിന്റെ കേന്ദ്ര ബിന്ദു, അതായത് പഞ്ചലോക വിഗ്രഹം ശബരിമലയിൽ നിന്നും കടത്തിയ സംഘത്തിന്റെ തലവൻ അത് ഡി മണിയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന മൊഴികളാണ് ഇപ്പോൾ വ്യവസായി നൽകിയിട്ടുള്ളത്. ഡി മണി കൂടാതെ ഈ സംഘത്തിൽ മറ്റാരൊക്കെ ഉണ്ട്? എന്ന പേര് ഉയർന്നു കേൾക്കുമ്പോഴും അവിടെ ദൈവതുല്യരായ ചിലർ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി ഇതിനു മുൻപ് അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുമായി ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്ന് അന്വേഷണ സംഘത്തിനോട് ആരാഞ്ഞിരുന്നു. ഒപ്പം ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഒട്ടും തൃപ്തിയും ഹൈക്കോടതി രേഖപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ ഈ CBI വരുമ്പോൾ ഈ അന്വേഷണം ഒന്നേന്ന് തുടങ്ങുമോ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശാലിനി, എന്തായാലും CBI വരും, അല്ലെങ്കിൽ CBIക്ക് വരുന്നതിന് തടസ്സമില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ അടക്കം നടന്നിട്ടുള്ള സാഹചര്യത്തിൽ അന്തർ സംസ്ഥാന രാജ്യ ബന്ധം ഇതിൽ സംശയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ED കൂടി ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത്. EDക്ക് പിന്നാലെ CBI കൂടി അന്വേഷണം ഏറ്റെടുക്കാമെന്നുള്ള സന്നദ്ധത ഹൈക്കോടതി അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആദ്യം മുതൽ തന്നെ നിലവിൽ ഈ SIT സംഘം കൊണ്ടു നിർത്തിയിരിക്കുന്ന അന്വേഷണത്തിനപ്പുറം തുടക്കം മുതൽ തന്നെയുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും CBI കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കേന്ദ്ര ഏജൻസിയാണ്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു അന്വേഷണം CBIയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഇടപെടൽ കൂടി ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്കും ഈ കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 പേർ പുറത്താണ്. അതായത് A പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അന്ന് ബോർഡിലെ അംഗങ്ങളായിട്ടുള്ള KP ശങ്കർദാസ്, ഒപ്പം തന്നെ N വിജയകുമാർ, ഇവരെ രണ്ടുപേരെയും
വരും ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആ ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. ശരി ശാലിനി, കാര്യങ്ങൾ വ്യക്തമാണ്. ഇതിനു മുൻപ് KT ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നു. അതിന് SIT സർക്കാരിനോട് അനുമതിയും തേടിയിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നായിരുന്നു സർക്കാർ നൽകിയ മറുപടി. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CBI അന്വേഷണം എത്തുന്നതോടെ പല കാര്യങ്ങളും മറനീക്കി പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ SIT D മണിക്ക് പിന്നാലെയാണ്. അപ്പോഴും ചില ദൈവതുല്യർ അവിടെ സംരക്ഷിക്കപ്പെടുന്നു. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും നിർണായക വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.